ഹലോ, നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലെ ഒരുപാട് പാക്കറ്റുകൾ കാണും കേട്ടോ. നമ്മളിങ്ങനെ റെഡിമെയ്ഡായിട്ട് മേടിക്കുന്ന സാധനങ്ങളുടെ ഒഴിഞ്ഞ പാക്കറ്റുകൾ. അപ്പോൾ ഇതിൻ്റെ മോന് വാങ്ങിയ ലാക്ടോജൻ്റെ പാക്കറ്റാണ് കേട്ടോ ഇത്. ഇതുപോലെ ഒരുപാട് പാക്കറ്റുകൾ വീട്ടിൽ കിടപ്പുണ്ട്. അപ്പം ഞാൻ ഇതൊക്കെ സൂക്ഷിച്ച് വെച്ചിരുന്നത് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് പറഞ്ഞിങ്ങനെ വെച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ മീഷോയിലൊരു വോൾ ഹാങ്ങിങ് കണ്ടത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വോൾ ഹാങ്ങിങ്. അതായത് നമുക്ക് കണ്ണ് തട്ടൊക്കെ മാറ്റാനായിട്ട് ഇപ്പോൾ ഒരു അയ്യയുടെ മോഡലിലൊരു സാധനം തൂക്കിയിടുമല്ലോ. അപ്പോൾ ആ മോഡലിലുള്ള ഒരു വാൾ ഹാങ്ങിങ്ങാണ് ഞാൻ കണ്ടത് കേട്ടോ. അപ്പോൾ ആ വാൾ ഹാങ്ങിങ് അതേപോലെ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി. അതിന് വേണ്ടിയിട്ട് ഞാൻ കാർഡ്ബോർഡ് റൗണ്ട് ഷേപ്പിൽ വെട്ടിയെടുത്തതിന് ശേഷം മധ്യത്തായിട്ട് ബ്ലാക്ക് പെയിൻറ്റ് കൊണ്ടിട്ട് ഒരു ഡോട്ട് ഇട്ടിട്ട് അതിന് ചുറ്റുമായിട്ട് നമ്മുടെ സ്കൈ ബ്ലൂ ഉണ്ടല്ലോ, സ്കൈ ബ്ലൂ വെച്ചിട്ട് ഒരു റിങ് വരച്ചു കൊടുക്കുന്നുണ്ടേ. അതിനുശേഷം നമ്മൾ വൈറ്റ് കളർ പെയിൻറ്റ് ഉപയോഗിച്ച് അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും നമ്മൾ അതേ ഷേപ്പിൽ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എത്രത്തോളം വലുപ്പത്തിൽ വേണമെന്ന് വെച്ചാൽ അത്രത്തോളം വലുപ്പത്തിൽ വെട്ടിയെടുക്കാം. അപ്പം ഞാൻ കുറച്ച് ചെറുതായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇത്ര ചെറിയത്തിലുള്ളൊരു റൗണ്ട് വെട്ടിയെടുത്തത് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ നേവി ബ്ലൂ ഉണ്ടല്ലോ, അത് അല്ലെങ്കിൽ നമ്മൾ ഉജാല കളറിലുള്ള ബ്ലൂ കളർ പെയിൻ്റ് ഉണ്ടല്ലോ, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പക്ഷേ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ നേവി ബ്ലൂ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ നേവി ബ്ലൂ വെച്ചിട്ട് കാണുമ്പോൾ നമുക്ക് ബ്ലാക്ക് ആയിട്ട് തോന്നുമെങ്കിൽ അത് നേവി ബ്ലൂ ആണേ. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് ഒരു റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുത്തതിന് ശേഷം ഇതൊരു ക്രീം കളർ പോലെ ഗോൾഡൻ വിത്ത് കളർ പെയിൻ്റാണ്. അപ്പോൾ അതും കൂടെ വെച്ചിട്ട് നമ്മൾ റൗണ്ട് ഷേപ്പിൽ വരച്ചു കൊടുക്കുകയാണേ. അപ്പോൾ അതിനുശേഷം നമ്മൾ വീണ്ടും നേവി ബ്ലൂ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ കാലിലായിരുന്നാലും വലിയവരുടെയൊക്കെ കയ്യിലും കാലിലൊക്കെ ഇതുപോലെ അയ്യയുടെ മോഡലിലുള്ള ഒരു പേള് വെച്ചിട്ടുള്ള ചരടൊക്കെ കെട്ടിയേക്കുമല്ലോ. അപ്പോൾ നമ്മൾ അതുപോലെയാണ് ചെയ്തെടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അത് ചെയ്തതിന് ശേഷം നമ്മൾ വൈറ്റ് കളർ പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള പോർഷനെല്ലാം ഒന്ന് പെയിൻറ്റ് ചെയ്യുവാണേ. ഓക്കെ, നമ്മളിപ്പോൾ വൈറ്റ് കളർ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന ആ ക്രീം കളർ പെയിൻറ്റ് കൊണ്ട് ഇതിൻ്റെ എൻഡ് പോർഷനിലും കൂടെ നമ്മളിങ്ങനെ റൗണ്ട് ഷേപ്പിൽ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതും അവിടെ സെറ്റാണ്. അപ്പോൾ നമ്മൾ ഒരു ഫൈനൽ ടച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വീണ്ടും നേവി ബ്ലൂ കളർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒരു ടീ പോലെ വരയ്ക്കുമല്ലോ, അതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഇങ്ങനെ ഒരു ഷേപ്പ് കണ്ണിൻ്റെ പോലെ ഷേപ്പ് വരച്ചെടുക്കുന്നതിൻ്റെ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യമെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം നിങ്ങൾക്ക് അറിയുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ ബാക്കി ഉണ്ടായിരുന്ന ആ കവറിൽ നമ്മൾ ബട്ടർഫ്ലൈ ഷേപ്പ് വെട്ടിയെടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിൽ ഇതുപോലെ പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ കളർ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്, ഈ കളറിലുള്ള ബട്ടർഫ്ലൈസിനെ. അപ്പോൾ ഞാൻ അതുകൊണ്ട് വൈറ്റും യെല്ലോയും ബ്ലാക്കും കൂടെ ചേർന്ന് ഒരു പെയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ബോഡി ഞാൻ വരച്ചെടുത്തിട്ട് ഇതുപോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ബട്ടർഫ്ലൈയെ വരയ്ക്കാനും വെട്ടാനൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ മുറിച്ചെടുത്താൽ മതി കേട്ടോ. ഇതുപോലെ നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം ഈ ബട്ടർഫ്ലൈയെ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫെവിബോണ്ടിൻ്റെ ഗ്ലൂ ആണ് ഉപയോഗിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ബട്ടർഫ്ലൈയെ ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ബട്ടർഫ്ലൈ ഇവിടെ റെഡിയാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ വരച്ച ആ ഐയുടെ ഒരു മോഡലും അതുപോലെ തന്നെ ഞാനൊരു ചരട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചരട് നമ്മൾ എടുത്തേക്കുന്നത്. അതിനുശേഷം ഞാൻ ഇതിൻ്റെ എൻഡ് ഭാഗം ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം നമ്മുടെ ബട്ടർഫ്ലൈയുടെ പുറകു ഭാഗത്തായിട്ട് ഒന്ന് നമ്മുടെ ടേപ്പ് ഉപയോഗിച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ.
ഓക്കെ, അതവിടെ സെറ്റാണ്. ഇനി നമ്മുടെ ഐ മോഡലും കൂടി നമുക്ക് ഇതിനകത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ എൻ്റെ ഭാഗത്തായിട്ട് ഒന്നുമില്ലെങ്കിൽ അതൊരു മോശമല്ലേ. അപ്പോൾ ഞാനിവിടെ കിട്ടുന്നത് ഇതുപോലുള്ള ഒരു ശംഖ് ഷേപ്പിലുള്ള ഈ ഒരു സാധനം ഉണ്ടല്ലോ, അത് നമ്മളെടുത്ത് ഒരു റെഡ് കളർ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടി ഇതിനകത്തൊന്ന് ഗ്ലൂ ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ അകത്തായിട്ട് ഫെവിബോണ്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഈ ചരടെടുത്ത് അതിനകത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് ഒട്ടും കേട്ടോ. അപ്പോൾ ഇനി ഫൈനൽ ലുക്ക് കാണാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വാൾ ഹാങ്ങിങ്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ രൂപം, അതായത് ഞാൻ മീഷോയിൽ കണ്ട മോഡൽ എന്താണെന്ന് ഞാൻ ഈ മുകൾ ഭാഗത്തായിട്ട് കൊടുക്കാം. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ വിചാരിച്ചില്ല ഇത്രയും ബ്യൂട്ടിഫുൾ ആകുമെന്ന്. അപ്പോൾ നിങ്ങളും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര സിമ്പിളാണ്, അതേപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വാൾ ഹാങ്ങിങ്ങുമാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്രയൊക്കെ ഉള്ളൂ. താങ്ക്